പാരന്റിംഗ് എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ളൊരു ജോലിയല്ല. ചില ആൾക്കാർക്ക് കുട്ടികളെ നാച്ചുറലി വളരെ ഇഷ്ടമാണ്. അവർക്ക് കുട്ടികളോട് എൻഗേജ് ചെയ്ത് നിൽക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല. കുട്ടികളുടെ ഫുൾ ടൈം എൻഗേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടഫ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് തോന്നിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ സ്വീറ്റ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ മിക്കവാറും എല്ലാ ആൾക്കാർക്കും സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സ്വീറ്റ്സ് ഇഷ്ടമല്ലാത്തൊരു ചെറിയ ക്രൗഡ് ഇവിടെ ഉണ്ട്. ഒരു വലിയൊരു ക്രൗഡ് ഒരു ഐഡിയ അക്നോളജ് ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾക്ക് ആ ഐഡിയയോട് യോജിപ്പില്ല എന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ നാണക്കേടോ ഓക്വേർഡ്നെസ്സോ വിചാരിക്കേണ്ട കാര്യമില്ല. കുട്ടികളുടെ കൂടെ കുറേ നേരം എൻഗേജ് ആകുമ്പോൾ ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്ന ചില അച്ഛന്മാരും അമ്മമാരുണ്ട്. ഇത് കംപ്ലീറ്റ്ലി നോർമലാണ്. പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങനെയല്ല. കുട്ടികളുടെ കൂടെ എൻഗേജ് ചെയ്യുന്നത് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നവരും ഉണ്ട്. പക്ഷേ ഒരാൾക്ക് കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് കരുതി അയാളൊരു നല്ല പേരൻ്റ് ആകണമെന്നില്ല. ഇങ്ങനെയുള്ള ചില ആൾക്കാർ ഓവർലി പെർമിസിബിൾ ആകുന്നത് കാണാറുണ്ട്. അതായത് കുട്ടികൾ ചോദിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും അവർക്ക് സാധിച്ചു കൊടുക്കുക. സത്യത്തിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ കുട്ടികളെ നോ പഠിപ്പിക്കുന്നില്ല. ആ കുട്ടികൾക്ക് ചോദിക്കുന്നതെല്ലാം കിട്ടി തുടങ്ങുകയാണ്. അഡൽട്ട്ഹുഡിൽ ഇത് ഒരുപാട് ഇഷ്യൂസ് അവർക്ക് ഉണ്ടാക്കും. സോ നിങ്ങൾക്ക് കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര ടയേർഡായി ഫീൽ ചെയ്യുകയും മറ്റൊരാൾ വളരെയധികം റിലാക്സ്ഡ് ആയി ഫീൽ ചെയ്യുന്നതും കാണുമ്പോൾ നിങ്ങൾ വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു പെർമിസിബിൾ പാരന്റിനേക്കാളും ഉത്തരവാദിത്തങ്ങളെല്ലാം മനസ്സിലാകുന്ന ഒരു പാരന്റാണ് ഒരു ബെറ്റർ പേരന്റ്.